സിപിഎമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം. പ്രായപരിധിയുടെ പേരിൽ മുതിർന്ന നേതാക്കൾ ഒഴിവാകുമ്പോൾ മന്ത്രിമാരിൽ ചിലരും സംസ്ഥാന നേതൃത്വത്തിലെ ചില വനിതകളും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നേക്കും. നവകേരളത്തിനു വേണ്ടിയുള്ള പുതിയ കാഴ്ചപ്പാട് എന്ന രേഖ മുഖ്യമന്ത്രി സമ്മേളനത്തിൽ അവതരിപ്പിക്കും. സംസ്ഥാന കമ്മിറ്റിയിലേക്കും നിരവധി പുതുമുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നേക്കും. സിപിഎമ്മിന്റെ 24ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനം മാർച്ച് 6 മുതൽ 9 വരെയാണ് കൊല്ലത്ത് നടക്കുന്നത്. മൂന്നാം തുടർഭരണം ലക്ഷ്യമിടുന്ന സിപിഎമ്മിനെ സംബന്ധിച്ച് നിർണായകമാണ് സംസ്ഥാന സമ്മേളനം. പാർട്ടി നേതൃനിരയിലും നിർണായകമായ മാറ്റങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായേക്കും. ആനാവൂർ നാഗപ്പനടക്കമുള്ളവർ പ്രായപരിധിയുടെ പേരിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തു പോകാനാണ് സാധ്യത. 75 വയസ്സായ പി കെ ശ്രീമതിയെ ഒഴിവാക്കണമെന്ന കാര്യത്തിൽ പുതിയ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, എക്സൈസ് മന്ത്രി എം ബി രാജേഷ്, ടി എൻ സീമ, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ പി ജയരാജനെയും എം ബി ജയരാജനെയും പാർട്ടി പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ സംസ്ഥാന സമ്മേളനത്തോടെ വ്യക്തതയുണ്ടാകും. പി ശശി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം ഒഴിയും. പി ജയരാജനെ ഒഴിവാക്കി പി ശശിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്നാൽ സിപിഎമ്മിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് അത് വഴിവെച്ചേക്കും. സംസ്ഥാന കമ്മിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. കടുത്ത വി എസ് പക്ഷക്കാരായിരുന്ന എസ് ശർമ്മയും ചന്ദ്രൻപിള്ളയുമെല്ലാം പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിയാൻ സാധ്യതയുണ്ട്. യുവ വനിതാ പ്രാതിനിധ്യം സംസ്ഥാന കമ്മിറ്റിയിൽ ഉറപ്പാക്കാനുള്ള ചർച്ചകളും സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലുണ്ട്. ഭരണത്തിലും പാർട്ടിയിലും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ തിരുത്തുക എന്നതാണ് സമ്മേളനങ്ങളിലൂടെ സിപിഎം ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചതുപോലെ നവകേരളത്തിന് വേണ്ടിയുള്ള പുതിയ കാഴ്ചപ്പാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണയും ഒരു രേഖയായി അവതരിപ്പിക്കുന്നുണ്ട്. ആ രേഖയിലെ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കിയത് പുതിയ സാഹചര്യത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ചും വിശദമായൊരു ചർച്ച പാർട്ടി സമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയുടെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനമെടുത്തത്. കൊല്ല സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പുതിയ രേഖ അവതരിപ്പിക്കുമ്പോൾ പാർട്ടിയുടെ ഇതുവരെയുള്ള നയത്തിൽ നിന്നുള്ള ചില വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളണ്ട. മീഡിയ 1 തിരുവനന്തപുരം.